ഇനി അങ്ങോട്ടുള്ള കഥ കുറച്ച് സാഡാണ്. അങ്ങനെ ശ്രീരാമനും സീതയും അയോധ്യയിലേക്ക് വന്നു. പക്ഷേ ജനങ്ങളല്ലേ, അത് അന്നത്തെ കാലം അതുപോലെ തന്നെ. സീതാദേവി പ്യോറല്ല, നമ്മളുടെ മഹാരാജാവിന് ഇനി യോഗ്യല്ല. അതായത് രാവണൻ എന്താ പറയുക, സീതേനെ കട്ടുകൊണ്ടുപോയി ഒക്കെ പറഞ്ഞിട്ട് ലോയൽറ്റീനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങി. സീതാദേവിയോട് അഗ്നി പരീക്ഷ ചെയ്യാൻ പറഞ്ഞു. സീതാദേവി അഗ്നി പരീക്ഷ എന്ന് വെച്ച് കഴിഞ്ഞാൽ തീയിൽ നിൽക്കുക, അഥവാ പ്യോറാണെങ്കിൽ തീ പിടിക്കില്ല എന്ന്. സീതാദേവി, ശ്രീരാമൻ രാജാവല്ല, ശ്രീരാമൻ ഒന്നും പറയാൻ പറ്റിയില്ല. കാരണം പ്രജകൾ പറയുന്നതാണ് ഒരു രാജാവ് ഫോളോ ചെയ്യേണ്ട എന്ന് വിശ്വസിക്കുന്ന ഒരു രാജാവായിരുന്നു. ശ്രീരാമന് വേണ്ടിയിട്ട് സീതാദേവി അഗ്നി പരീക്ഷ ചെയ്തു. പ്യോറാ ലോയലാന്ന് മനസ്സിലായി. എന്നിട്ടും ജനങ്ങൾ മിണ്ടാണ്ടിരിക്കണ്ടേ. അവസാനം സീതാദേവി പ്യോറല്ല എന്ന് തന്നെ ആൾക്കാർ പറയാൻ തുടങ്ങി. അങ്ങനെ സീതാദേവിനെ കാട്ടിലേക്ക് പിന്നെയും പറഞ്ഞയച്ചു. അവിടെ വാൽമീകിന്റെ ആശ്രമത്തിൽ ആ സമയം പ്രഗ്നന്റ് ആയിരുന്നു സീതാദേവി. അത് ശ്രീരാമന് പോലും അറിയണ്ടായിരുന്നില്ല. 2 ആൺകുട്ടികൾ ജനിച്ചു. എന്നിട്ട് ആശ്രമത്തിൽ, അതായത് ലവ് ആൻഡ് ഖുഷ്. അവർ വളർന്നു വല്ലതൊക്കെയായി. സീതാദേവി എന്നും ശ്രീരാമനെ കാത്തു നിന്നു. ശ്രീരാമനും കല്യാണം കഴിക്കാതെ സീതാദേവിയെ മനസ്സുകൊണ്ട് സ്നേഹിച്ചിരുന്നു.